ഇതാണ് മാടായി പള്ളിയിലെ ആദ്യത്തെ മിമ്പർ. പള്ളി മക്കത്തെ പള്ളി, കൊപ്പിച്ച പള്ളി, മാടായി പള്ളി. മക്കത്തെ പള്ളി പോലെ ഉണ്ടാക്കപ്പെട്ട ഹിജ്റ 5-ാം വർഷം അതിന്റെ ഒരു മുന്നിൽ എഴുതി വെച്ചു. ഇത് തളിപ്പുറം മന്നത്തുള്ള മക്കാമട്ട. 2 വഴി കാണുന്നുണ്ടല്ലോ, ഇങ്ങോട്ടല്ലേ പോയിട്ട് ഒന്നുമില്ല മോനെ പോയി. ഇതാണ് കണ്ണൂർ ജില്ലയിലെ നിലാമുറ്റം ഖബർസ്ഥാനം. 1400 വർഷം പഴക്കം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ നമ്മുടെ യാത്ര 2026 ജനുവരി 1 ആദ്യത്തെ യാത്ര, നമ്മുടെ സിയാറത്ത് യാത്ര ബഹുമാനപ്പെട്ട ഡോക്ടർ അനസ് ഉദവിന്റെ കൂടെയും സയ്യിദ് ജിയോഗ്രഫിക്കൽ എഞ്ചിനീയർ സയ്യിദിന്റെ കൂടെയാണ് പഠിച്ചാണ് സാധിച്ചിട്ട് പോകാൻ പറ്റുന്നത്. പക്ഷെ അത് ആദ്യത്തെ ഡെസ്റ്റിനേഷൻ നമ്മൾ ഇരിക്കൂർ നിലാമുറ്റം മക്കാമ് സിയാറത്ത് ചെയ്തിട്ട് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോകാന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ വരും. പേരുണ്ട്, ചൂരമുളകൊക്കെ ഉണ്ട്. ഇത് ഞങ്ങൾ പറയുന്നത് റെക്കമെൻഡ് ചെയ്യുന്നത് അല്ല, ഒന്നുകൂടെ പണയ്ക്കാം. എല്ലേറി നമ്മുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ നിലാമുറ്റം മക്കാം. നിലാമുറ്റം മക്കാം അല്ലെങ്കിൽ ഖബർസ്ഥാൻ. ഒരുപാട് പഴയ പള്ളികളും അതിൻ്റെ ഷിയാറുകളും കാണാൻ പറ്റും. നിലാമുറ്റം ചരിത്രം തേടിയുള്ള യാത്ര. ഈ കവർ നോക്കി അത് കുറച്ചും കൂടി ഫോട്ടത്തിലല്ലേ കൂടുതൽ വയ്ക്കാൻ പറ്റുന്നില്ല. ഇത് അത് കുറച്ചും കൂടി വെക്കാറില്ല. കുട്ടീൻ്റെ കവറാ പോലെ കളിക്കും. ഇത് കുറച്ചും ക്ലിയർ ഉണ്ട്. അത് ഏതാ ഇങ്ങോട്ട് വയ്ക്കാം. ഇങ്ങോട്ട് എന്താ വെച്ചാൽ അൽ മിറാദിന എന്താ. ഇതാണ് കണ്ണൂർ ജില്ലയിലെ നിലാമുറ്റം ഖബർസ്ഥാനം. 1400 വർഷം പഴക്കം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ഇത് വെള്ളപ്പൊക്കത്തിന് ശേഷം വെള്ളം താണപ്പോൾ പൊങ്ങിയതാണെന്നാണ് ചരിത്രം. ഇവിടെയുള്ള ഈ ചെറിയ ഖബറിനോട് അനുബന്ധിച്ചിട്ട് ചെറിയൊരു കല്ലുമില്ല കൊത്തിവെപ്പെട്ട നല്ല അറബി ലിപികളുണ്ട്. അതിനെല്ലാം വായിച്ചിട്ട് മനസ്സിലാക്കുന്ന ഹിജ്റ 10 ഈ ഒരു കാലഘട്ടത്തിലൊക്കെ ഉള്ള ഖബറാണെന്നാണ്. സാബത്തൊക്കെ ഉണ്ടെന്നും പിന്നെ ഒരുപാട് 400 ഖബറുകൾ ഉണ്ടെന്ന് ഇവിടെ എല്ലാം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ചെരുപ്പിട്ടിട്ടാൽ പ്രവേശനമില്ല. ഇൻഷാ അല്ലാഹ് ഇവിടെ വന്നാൽ ഒരു ശാന്തമായ ഒരു സ്ഥലം, ഒരു സൗണ്ടും കാര്യങ്ങളൊന്നും ഇല്ലാത്ത. പിന്നെ ഈ രാത്രി നിലാവില്ലാത്ത രാത്രികളിലെല്ലാം ഒരു വെളിച്ചം ഉണ്ടാവും ഇവിടെ. അതുകൊണ്ടാണ് നിലാമുറ്റം എന്ന് പറയാൻ കാരണം എന്ന് പറയുന്നത്. അതൊരു ഖബർ. ഇവിടെ ഇങ്ങനെ അറബിയിൽ എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട്. കുന്നുമ്മൽ മക്ക. അങ്ങനെ ഇരിക്കൂർ നിലാമുറ്റം അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ രണ്ടാമത്തെ ഡെസ്റ്റിനേഷൻ കുന്നുമ്മൽ മക്ക. ഈ തങ്ങന്മാരെ ഖബർസ്ഥാനാണ് ഇവിടെയുള്ള. ഒരു 1400 വർഷം പഴക്കം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. കുന്നുമ്മൽ മക്കാവിൻ്റെ ഒരു വേറെ പ്രത്യേകത, ഒരു കുറച്ച് ഹൈറ്റുള്ള സ്ഥലത്താട്ടോ. ചെറിയൊരു കുന്നാണ്, നല്ല വ്യൂ ആണ്. പക്ഷേ അത് ചെറിയ തണുപ്പുണ്ട്. ഇനി അടുത്ത സ്ഥലത്തേക്ക്. അപ്പാറാണ് ശക്തി അല്ല, അത് നമ്മുടെ അടുത്ത സ്പോട്ട് ഓടക്കൊല്ലിയിലുള്ള കുരുടൻചാലും ഷുഹദ മക്കാം എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത് കേട്ടോ. വലത്തോട്ടൊക്കെ അടുത്ത ചരിത്രം നോക്കാൻ നമുക്ക് കിട്ടുമെന്നില്ല. ഇൻഷാ അല്ലാഹ് ആണ് മക്കാം സ്ഥിതി ചെയ്യുന്ന സ്ഥലം. ഒരു ഫോറസ്റ്റ് ഇതിൻ്റെ നേരെ അപ്പുറം തന്നെ അല്ലേ. ഈ ഒരു പുഴ കഴിഞ്ഞാൽ കർണാടക അല്ലേ. ഇതൊരു ബോർഡറിലാണ് കിടക്കുന്നത് കേട്ടോ. ഒരു ചെറുപുഴ ഉണ്ട്, റിവർ റാഫ്റ്റിംഗ് നടക്കുന്നത്. കണ്ടിട്ടാ
നല്ല ഇതിലെ ക്ലൈമറ്റ് ഒരു നല്ല ക്ലൈമറ്റ്, നല്ല വെയിലൊന്നും ഇല്ലാണ്ട് നേച്ചർ, നല്ലൊരു വണ്ടിയില്ല, ഒന്ന് രണ്ട് വണ്ടിയാണ്. ഓടക്കൊല്ലി അല്ലേ, ഓടക്കൊല്ലി നാച്ചുറൽ കൈ. ഒരു 2 ടൈപ്പ് ടിക്കറ്റ്, ഒന്ന് 100 രൂപേൻ്റെ സാധാരണ ഇതും, ഒന്ന് 500 രൂപേൻ്റെ അഡ്വഞ്ചറസ്. ഓക്കെ, വേറെ ഫുള്ള് പാറക്കെട്ടുകൾ കണ്ട. നമ്മൾ ഓടക്കൊല്ലി ഗുഹയിലേക്ക് വന്നു. എൻ്റെ മോനെ കുഞ്ഞ് പോണല്ലേ, നേരെ നിൽക്കാൻ സാധ്യതയില്ലേ. ഒറ്റക്ക് പേടിക്കാണ്ട് പിന്നെ നോക്ക് ഇതിൻ്റെ അവസ്ഥ. ഓടി രക്ഷപ്പെടാൻ നടക്കൂല. ഇത് മൺസൂണിലാണെങ്കിൽ നല്ല വെള്ളം ഉണ്ടാവും. അതിന്റെ സംവിധാനത്തോടെ നന്നായിരുന്നു രസം. ഇത് പ്രൈവറ്റ് ആണോ വെച്ചാൽ അല്ല, പക്ഷെങ്കിൽ എന്നെ ട്രസ്റ്റ് ടൈപ്പ്. അപ്പോ നമ്മുടെ ഇത് 4ാമത്തെ 5ാമത്തെ ഡെസ്റ്റിനേഷനാണ്. നമ്മൾ ഇപ്പോൾ ഒരു ഓടക്കൊല്ലി കേവ് തുടങ്ങിയിട്ട് സ്റ്റാർട്ടിങ് ആയിട്ടുള്ളൂ. എന്നാലും അതിൻ്റെ ഒരു വേറെ ഒരു എക്സ്പീരിയൻസ് അല്ലേ. കേവിൽ നമ്മൾ സത്യം പറയാൻ എടക്കൽ ഗുഹയിൽ പോയിട്ടുണ്ടെന്ന് പറയുമ്പോൾ അതൊരു വേറെ ഫീലിംഗ്. ഇത് സെപ്പറേറ്റ് അല്ല. കാരണം വെച്ചാൽ ഒന്നാമത്തെ വ്യത്യാസം ഞാൻ കാണുന്നത്, ഇവിടെ ആരും ഇല്ല ഇപ്പോൾ, നമ്മള് മാത്രമല്ല. തണുപ്പുണ്ട്, പുറത്ത് ചൂടാണെങ്കിൽ കേവിന്റെ ഫീലും കിട്ടുന്നുണ്ട് ഉള്ളിൽ ഇങ്ങനെ കേറിപ്പോകുന്ന പോലെ. മേലോട്ട് പോവില്ല നമുക്ക്. മേലോട്ടേക്ക് പോകുമ്പോൾ നേരെ നിൽക്കുമല്ലോ സാറേ, ഒരു ഇടയില്ല കേട്ടോ, എല്ലായിടും തലമുട്ടുന്ന രൂപത്തിലുള്ള. ഇവിടെ ഉണ്ട്, ഇവിടെ ലൈറ്റ് ഉണ്ട് കേട്ടോ, ഇലക്ട്രിസിറ്റി കാര്യങ്ങളുണ്ട്. ചില സമയം ഇരിക്കാനുള്ള സൗകര്യം ആക്കി വെച്ചത്. ഇതിന് 2 ടൈപ്പാണല്ലോ ഇവിടെ. ഇതൊക്കെ ഇവിടെ നോക്ക് എന്താ അവസ്ഥ. മേലെ കാണിച്ചു കൊടുക്കണമെങ്കിൽ ആദ്യത്തെ ഉണ്ട്. എത്തി മനെ, എത്തിന്നാ തോന്നുന്നു. സീസൺ അല്ലടാ, ഇതുകൊണ്ടാ. ഇത് സീസൺ അല്ലാത്തതുകൊണ്ടാ ആളില്ലാത്തത്. ആള് കുറവാണ്, ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ. എന്നുവെച്ചാൽ വെക്കേഷൻ ടൈമല്ലേ എനിക്കും. പക്ഷേ മൺസൂൺ സീസൺ തന്നല്ലോ. ഇതിൻ്റെ ഉള്ളിൽ നല്ല തണുപ്പുണ്ട്, അതാ അതിൻ്റെ പ്രത്യേകത ഞാൻ കാണുന്നത്. അതെ, എങ്ങോട്ടാ? ഇങ്ങോട്ടല്ല, ഇത് തന്നെയാണോ അല്ലേ? അപ്പോൾ കമ്പിയുള്ള ഭാഗ്യം തന്നെ. പിന്നെ കഴിഞ്ഞു പോയേ. വാ ചേച്ചി, വാ കയറി വാ, കയറി വാ. സാധ്യതയുണ്ട്, ശ്രദ്ധിക്കണേ. അടിയിൽ വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. അത് എവിടുന്നറിയില്ല, വെള്ളം ഇങ്ങനെ അടിക്കുന്നുണ്ട്. ടാർസൻ കേവ് സന്ദർശിച്ചിട്ട് തിരിച്ചു വിടുക. സന്ദർശിക്കുക. അതാ പോയി. ഇത് സംഭവം കുറച്ച് സെറ്റപ്പിൽ വേണ്ട. ഫുള്ള് വെള്ളം കെട്ടിച്ചാണല്ലേ, താഴോട്ട് പോല പ്രശ്നം ഉണ്ടാവില്ല. നോക്ക് ഇതാ പിടിച്ചല്ലേ. ഒരു വെളിച്ചം കാണുന്ന ഒന്നും കാണുന്നില്ല, ഇരുടാ പിടിച്ചൂലെ. അടുത്ത സ്ഥലം ചപ്പാരപ്പട ജുമാ മസ്ജിദ്. ഇതാണ് മന്ന മക്കാമ്, മുന്തിരി വള്ളികളുടെ ഇടയിലുള്ള ഒരു മക്കാമാണ്. മൊബൈൽ വെച്ച് പാകം ചെയ്ത് ഭക്ഷണം വിതരണം അനുവദിക്കുന്നില്ല. ഇത് തളിപ്പറം മന്നത്തുള്ള മക്കാം കേട്ടോ.
നിങ്ങൾ ഇത്ര നോക്കാം. നല്ല കഞ്ഞി കിട്ടി, കഞ്ഞി. ഓക്കെ, ഒരു കിണർ കാണുന്നുണ്ട്, ഒന്ന് കണ്ടു നോക്കട്ടെ എന്ന അവസ്ഥ. അൽഹംദുലില്ലാ 5-6 ഡെസ്റ്റിനേഷൻ കഴിഞ്ഞ് നമ്മളിപ്പോൾ മാടായി പള്ളിക്ക് ഒരു ചരിത്രമല്ല അനസ് നമ്മളെ കൂടെ അനസുണ്ട്. അനസേ, മാടായി പള്ളിന്റെ വിശേഷങ്ങൾ എന്താണ്? മക്കത്തെ പള്ളി, കൊപ്പിച്ച പള്ളി, മാടായി പള്ളി അല്ലേ? മക്കത്തെ പള്ളി പോലെ ഉണ്ടാക്കപ്പെട്ട ഹിജ്റ 5-ാം വർഷം അതിന്റെ ഒരു മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ട് മിഹ്റാബിലെ പരിസരത്ത് എവിടെയാണ് മാടായി പള്ളിന്റെ. അപ്പൊ ആ കാലഘട്ടത്തിലാണെന്നാണ് ഭൂരിഭാഗം ചരിത്രകാരന്മാരും പറയുന്നത്. അപ്പൊ ആ കാലഘട്ടത്തിൽ റസൂലിന്റെ കാലഘട്ടത്തിൽ ഇസ്ലാം കേരളത്തിലേക്ക് എത്തി എന്നുള്ളത് നമുക്ക് അനുമാനിക്കാം. പക്ഷെ ഔദ്യോഗിക ചരിത്രത്തിലൊന്നും അത് അംഗീകരിക്കുന്നില്ല എന്നുള്ള വലിയ സങ്കടകരമാണ്. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, നമ്മളിപ്പോ നിലാമുറ്റം പോയില്ലേ? നിലാമുറ്റം ആ ഖബറിസ്ഥാനിൽ അവര് അടയാളപ്പെടുത്തി അതിന് കാണിക്കുന്നു. അവിടെ 5-ാം വർഷമാണ്. അതുകൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ട് നമുക്കത് ഒരു തെളിവായിട്ട് എടുക്കാൻ എനിക്ക് തോന്നി. കാരണം മാടായിപ്പള്ളി 5-ാം വർഷം നിർമ്മിക്കപ്പെടുന്നു. അതേ 5-ാം വർഷം തന്നെ മുസ്ലിങ്ങൾ വേണ്ട എന്ന് സൂചിപ്പിക്കുന്ന മറ്റൊരു ദർഗ നമ്മൾ കാണുന്നു. അതും ഒരു ഒറിജിനാലിറ്റി വല്ലാതെ ഫീൽ ചെയ്യുന്നു. എന്തായാലും പുതുതായിട്ട് അവിടെ ഉണ്ടാക്കിയതല്ല. കല്ലുകളും അവിടുത്തെ എഴുത്തും ഒക്കെ റസൂൽ ഉസ്മാനിന്റെ മുന്നേ ഉള്ള എഴുത്ത് എന്നാണ്. അറബി ലിപിയല്ല നമ്മളിപ്പം കാണുന്ന നമ്മളെ അറക്കത്തിലുള്ള അറബിക് ലിപിയല്ല. പുത്തുമില്ല, അറക്കത്തുമില്ല, ഒന്നുമില്ലാത്ത അറബിയാണ്. എന്തായാലും ഇത് പഴയ തന്നെ ആവാൻ സാധ്യത. അങ്ങനെയാണെങ്കിൽ റസൂലിന്റെ കാലഘട്ടത്തിൽ തന്നെ സ്വഹാബികള് രാജ്യത്തിൽ വിതാഹം കഴിഞ്ഞതിന് ശേഷം പല ഭാഗത്ത് പോയതിന്റെ ഭാഗമായിട്ട് ഉസ്മാൻ എന്ന് പറയുമ്പോൾ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലത്തിന് ശേഷം ഉള്ളതാണ്. ഓതാൻ വേണ്ടി സൗകര്യത്തിന് ആൾക്കാർ തെറ്റി ഓതാൻ തുടങ്ങി. അതിന് മുന്നേ ഉള്ള എഴുത്താണ് ലിപിയാണ് അവിടെ കാണപ്പെടുന്നത് മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് റസൂലിന്റെ കാലത്ത് തന്നെ. 2 വർഷം അബൂബക്കർ സിദ്ദീഖ് ഭരിച്ചു. പിന്നെ 10 കൊല്ലം ഉമർ റളിയല്ലാഹു ഭരിച്ചു. 12 കൊല്ലം അവിടെ എല്ലാം പോകുമ്പോ എന്താ ഫീൽ ചെയ്യുന്നത്? ഇപ്പൊ 2-3 മക്ക് പറയാം. പ്രത്യേകിച്ച് ഇപ്പം മന്നം, പിന്നെ അതുപോലെ നിലാമുറ്റം, കുന്നുമൽ, അവിടെ അതെല്ലാം ഒരു ഫീലിംഗ് കിട്ടുന്നുണ്ട്. ഭയങ്കര പഴമ ഫീൽ ചെയ്യുന്നുണ്ട്. അല്ലാതെ കയറുന്ന സ്ഥലത്താണെങ്കിൽ ഒരു പോസിറ്റീവ് എനർജിയും അങ്ങനെയുണ്ടല്ലോ. ചില സ്ഥലങ്ങളിലുണ്ടാവില്ല നമുക്ക്. പ്രകൃതിയും അങ്ങനെ തന്നെ. അതെ, ഒരു ശാന്തമായിട്ടൊരു പ്രകൃതി. പിന്നെ ഇതൊക്കെ നല്ലൊരു ചരിത്രപരമായിട്ടുള്ള ഒരു സാധ്യത നമുക്ക് ഇത് പഴയ കാലത്ത് ഇസ്ലാം എത്തി എന്നുള്ളതിന്. കാരണം തീരപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും, കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും തീരെത്തിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നിലാമുറ്റം നല്ലൊരു തീരപ്രദേശത്താണ്. നമ്മൾ പെരിങ്ങത്തൂരാണെങ്കിലും അവിടെ ഒരു ദർഗ ഉണ്ടാവാനുള്ള കാരണം പെരിങ്ങത്തൂർ ഒരു പ്രധാനപ്പെട്ട കച്ചവട കേന്ദ്ര, ഒരു കച്ചവട റൂട്ടായിരുന്നു പെരിങ്ങത്തൂര്. അവിടെയും കായലും കാര്യങ്ങളും. അതെ, പുഴയുണ്ട്. ആ പുഴ വഴി മാഹിപ്പുഴയിലേക്ക് പോയി അങ്ങനെ അത് ഒരു ഇന്റർനാഷണൽ കച്ചവടത്തിന്റെ ഭാഗമായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഭാഗത്താണ് പണ്ഡിതന്മാരും പണ്ടേ എത്തിയിട്ടുള്ളത്. അങ്ങനെ പോകുമ്പോൾ നിലാമുറ്റം എന്തായാലും റസൂലിന്റെ കാലഘട്ടത്തിൽ എത്താനുള്ള എല്ലാ സാധ്യത നമ്മൾ കാണുന്നുണ്ട്. കാരണം തമീമുദ്ദാരി തൊട്ടപ്പുറത്തുണ്ട്, മറ്റേ ബദരിയാണ്. ഈ ചരിത്രങ്ങൾ കണ്ട് എന്തായാലും കാണാനല്ല ഒരു അനുഭവമാണ്. എന്തായാലും ഇങ്ങനെയൊക്കെ അറിഞ്ഞിട്ടൊന്ന് മനസ്സിൽ ഇങ്ങനെ വെച്ച് പോകുമ്പോൾ ഒരു ഫീലിംഗ്. പ്രത്യേകിച്ച് നമ്മുടെ അനുസരിക്കാനോട് യാത്ര ചെയ്യാൻ പറ്റുക എന്നുള്ളത് വേറെ ഒരു ഭാഗ്യമാണ്. നമ്മള് ചെയ്തേ മോനാണ് റൂട്ട് മാപ്പ്. നല്ല പ്രകൃതി മനോഹരമായ സ്ഥലങ്ങൾ. ഞങ്ങള് ഏകദേശം യാത്ര ചെയ്ത റൂട്ടും നല്ല മലയോര ഹൈവേ, നല്ല റോഡുകൾ. ഇപ്പോൾ തളിപ്പറമ്പ് ടൗണ് ഒന്ന് ടച്ച് ആയത് മാത്രമേ ടൗണ് അല്ലെങ്കിൽ ഒരു ഹൈവേ എന്ന് പറയാനുള്ളൂ. ബാക്കിയെല്ലാം നല്ല റോഡുകൾ, സുന്ദരമായ റൂട്ട്. മാഷാ അല്ലാഹ്. അതെല്ലാം നമുക്ക് ഇതുപോലത്തെ യാത്രകൾ പ്ലാൻ ചെയ്യണം, എല്ലാവരും വേണം. ഇതാണ് മാടായി പള്ളി, പഴയങ്ങാടി. ഇതൊന്ന് വിപുലീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്താ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നല്ല റാത്തായിട്ട് പോയി കാണാം. സമസ്ത സമ്മേളനത്തിൻ്റെ കൊടിയും കാര്യങ്ങളും കാണാം. SIRൻ്റെ ഹെൽപ്പ് ഡെസ്ക് പള്ളിയിൽ തന്നെ മാത്രമേ. ഇതാണ് മാടായി പള്ളിയിലെ ആദ്യത്തെ മിമ്പർ. ഇതിൽ എഴുതി എന്ന് പറഞ്ഞ സാധനം കാണാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ നമ്മുടെ യാത്ര മാടായിപ്പാറയിൽ സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. നമ്മളെ മുഖ്യൻ്റെ മനോഹരമായ യാത്ര.
എന്നും മനസ്സിൽ ഓർമ്മിക്കാൻ പറ്റുന്ന ഓർമ്മകളാണ് കിട്ടിയേട്ടാ. ഒരുപാട് ചരിത്ര വിവരണങ്ങൾ നമ്മളെ ബഹുമാനപ്പെട്ട അനസ് ഖാൻ്റെ അടുത്ത് കിട്ടി. ഒരു എൻസൈക്ലോപ്പീഡിയ. അങ്ങനെ നമ്മൾ കണ്ണൂർ ജില്ലയിൽ ഒരു പഴയ പട്ടണമായ പഴയങ്ങാടി മാടായിപ്പാറയിലെത്തി. അനസേ, അപ്പോൾ ഈ മാടായിപ്പാറക്കും ഒരുപാട് ചരിത്ര ഇതെല്ലാം ആയിട്ട് ബന്ധമില്ല. എന്തൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ? ചരിത്രപരമായിട്ട് ഇപ്പം പ്രത്യേകിച്ച് ഈ മാടായിപ്പാറയിൽ ഒരുപാട് എക്സ്കവേഷൻസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഇരുമ്പുയുഗ സംസ്കാരവുമായിട്ട്, ഇരുമ്പുയുഗം എന്ന് പറഞ്ഞാൽ മെഗാലിത്തിക് ഏജ് എന്നാണ് ചരിത്രത്തിൽ അറിയപ്പെടുക. മെഗാലിത്തിക് ഏജ്, മെഗാലിത്തിക് വലിയ കല്ലുകൾ. മെഗാ എന്ന് പറഞ്ഞാൽ വലുതും, ലിത്തിക് എന്ന് പറഞ്ഞാൽ കല്ലുമാണ്. അതെ അതെ. അപ്പം മെഗാലിത്തിക് വലിയ കല്ലുകൾ ഉപയോഗിച്ചു. അപ്പോൾ അങ്ങനെ പറയാനുള്ള കാരണം ശവസംസ്കാരത്തിന് ഒരു വലിയ കല്ലുകൾ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് കാലവുമായി ബന്ധം കൊണ്ട് എന്നുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എത്രയായാലും ഭയങ്കര ഒരു തന്ത്രപ്രധാനമായ സ്ഥലമാണ്. എന്ന് വെച്ചാൽ കൊളോണിയൽ കാലഘട്ടത്തിൽ ഡച്ച് ആണെങ്കിലും പോർച്ചുഗീസുകാരാണെങ്കിലും ഈ ഒരു ഏരിയ സൈനിക കേന്ദ്രമായിട്ട് ഉപയോഗിച്ചിരുന്നു നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സൈനിക കേന്ദ്രം, സൈനിക കേന്ദ്രം വെച്ചാൽ സൈനിക എല്ലാം ഇവിടെ കോലത്തുനാടിൻ്റെ കോട്ട ഉണ്ട് തൊട്ടപ്പുറത്ത്. അപ്പോൾ ആ കോട്ടകൾ പൊതുവെ ഉണ്ടാവുക ശത്രുക്കളെ നിരീക്ഷിക്കാനും ശത്രുക്കളുടെ ഒരു വരവും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനാണ്. അപ്പോൾ ആ തരത്തിൽ ഈ ഒരു സ്ഥലം തൊട്ടടുത്ത കോട്ടയും ഇവിടെ ഒരു സൈനിക വിന്യാസമൊക്കെ കോലത്തുനാടും നടത്തിയിട്ടുണ്ടാകും എന്ന് അനുമാനിക്കുന്നുണ്ട്. പിന്നെ മൊത്തത്തിൽ എത്രയും പഴയങ്ങാടി പേര് സൂചിപ്പിക്കുന്നത് പോലെ മാലിക് ബിൻ ദീനാറാണ് ഇവിടെ ഇസ്ലാം കൊണ്ടുവന്നത്. അപ്പോൾ ഇവിടെ ഒരു മതസൗഹാർദ്ദത്തിന്റെ അന്തരീക്ഷം പണ്ട് മുതലേ ഉണ്ടായിട്ടുണ്ടെന്ന് ഉറപ്പാണ്. കാരണം ഇവിടെ തദ്ദേശീയരായ മുസ്ലിങ്ങളായിരിക്കും. അപ്പോൾ അവിടെ വന്നിട്ട് പ്രബോധനം നടത്തുന്നു. കേരളത്തിലെ ആദ്യത്തെ പള്ളികളിൽ ഒന്ന് മാടായി സ്ഥാപിക്കുന്നു. പിന്നെ ഈ കച്ചവട ബന്ധം ഉള്ളതുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഈ കച്ചവട കേന്ദ്രങ്ങൾ തീരപ്രദേശങ്ങൾക്ക് എപ്പോഴും ഒരു ഇസ്ലാമികമായിട്ട് ഭയങ്കര കണക്ഷൻ ഉണ്ടാവും. കാരണം വരാനും പോകാനൊക്കെ ഉള്ള എളുപ്പം. അപ്പോൾ മാടായും അങ്ങനെ ഒരു തീരപ്രദേശമാണ്. അപ്പോൾ ആ പ്രദേശം എന്നുള്ള നിലക്ക് ഈ മാടായിലും പിന്നെ ദീന് വന്ന് പണ്ഡിതന്മാർ വരികയും സുഫിവര്യന്മാർ വരികയും അപ്പോൾ അവിടെ മതം സ്ഥാപിക്കുകയും പിന്നീട് ഒരു മിക്സ്ചർ ഓഫ് റിലീജിയൻ എല്ലാ മതങ്ങളുടെയും ഒരു കേന്ദ്രമായിട്ട് നമുക്ക് മാടായിയെ കാണാൻ പറ്റും. പിന്നെയുള്ളത് ഈ ഒരു ഏരിയയിൽ പിന്നെ നമ്മൾ എയർപോർട്ട്, കണ്ണൂർ എയർപോർട്ടിന് വേണ്ടിയിട്ട് ഇവിടെ അന്വേഷണം നടത്തിയിരുന്നതാണ്. കണ്ണൂർ എയർപോർട്ടിന് വേണ്ടിയിട്ട് ഈ ഒരു സ്ഥലം അതെ. അപ്പോൾ ഇവിടുത്തെ പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട് ചെയ്ത ഇപ്പോൾ നല്ലൊരു ഗോൾഡൻ കളർ ഇവിടുത്തെ പുല്ല്, നല്ലൊരു വേറെ ഒരു അല്ലേ, ഒരു ഈവനിങ് എല്ലാം വന്ന് വരിക്കാൻ നല്ല കാറ്റ്, ഒരു ഒത്ത തണുപ്പില്ല. ഇത് തന്നെ വലിപ്പം പിന്നെ പറയണ്ട, കന്നത്താ ദൂരത്തോളം വലിപ്പമുണ്ട്. എനിക്ക് തോന്നുന്നു മാടയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഋതുക്കളുടെ ഓരോ ഭാവത്തെയും കൃത്യമായിട്ട് അടയാളപ്പെടുത്തുന്ന ഒരു പ്രദേശമാണ്. എന്ന് വെച്ചാല് ഈ കാലാവസ്ഥ അതെ അതെ, മഴക്കാലത്ത് ഇവിടുത്തെ സ്വഭാവം വേറെ ഒരു പച്ചപ്പായിരിക്കാം അല്ലേ. ഇപ്പോൾ ഒരു വേനലിലേക്ക് കടക്കാണ്, അല്ലെങ്കിൽ അല്ല വേനലല്ല, ഇപ്പോൾ കാശ്മീരിലെല്ലാം പോയി കഴിഞ്ഞാൽ ഈ ഒരു ഇല പൊഴിയുന്ന അങ്ങനത്തെ ഒരു സമയത്തിലേക്ക് അതുപോലെ ഈ മഞ്ഞ ഗോൾഡൻ കളറാണ് ഇപ്പോഴത്തെ ഈ പുല്ലിനും കാര്യങ്ങൾക്കെല്ലാം കാണാൻ പറ്റും. പിന്നെ ഈ കല്ലിൻ്റെ പറഞ്ഞ പോലെയാണ് ഇതൊന്ന് കല്ലൊന്ന് കാണിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. ഇവിടുത്തെ കല്ല് ഈ പാറ പോലത്തെ കല്ലാണ്, ഇരുമ്പ് പോലത്തെ കല്ല് തന്നെയാണ് കാണുമ്പോൾ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. അതെ, നമ്മളെ ഈ ഇവിടെ നിന്ന് കണ്ടില്ലേ നിലാമുറ്റം കബറ്, ഒരു പോലത്തെ ഒരു കാണുമ്പോൾ തന്നെ ഒരു ഹാർഡ് ഫീൽ ചെയ്യുന്നുണ്ട് ആ കല്ലിന്. അങ്ങനത്തെ ഒരു കല്ലാണ് കേട്ടോ. ഉറപ്പായിട്ടും അങ്ങേ തലക്കും തുടങ്ങുന്നുണ്ട്. ഒരുപാട് ദൂരമുള്ള സ്ഥലം. എനിക്ക് എന്നെ ചെയ്യണോ? ഇത് ഭംഗിയല്ല ഇത് കാണാൻ. ഇനിയും ഇത്തരം നല്ല നല്ല സ്ഥലങ്ങൾ കാണാനും നന്നായിട്ട് യാത്രകൾ ചെയ്യാനൊക്കെ നമുക്ക് പറ്റട്ടെ. ഈ മാടായിപ്പാറേൻ്റെ അവിടെ ഉള്ളൊരു കുളമായത് നല്ലൊരു അത്ഭുതം തന്നെയാണ്. ഇവിടെ ഒരിക്കലും പറ്റാത്തൊരു കുളമാണ്. വേനൽക്കാലത്തെല്ലാം ഇവിടെ വെള്ളം ഉണ്ടാവും. അതൊരു അമ്പലമാണ്. ചുറ്റും മാടായിപ്പാറേൻ്റെ അവിടെ ഒരു കുളം. അങ്ങനെ അൽഹംദുലില്ലാ നമ്മുടെ യാത്ര പെരിങ്ങത്തൂർ അലിയുൽ മഖാമിൽ കഴിഞ്ഞ് നമ്മൾ മടക്കത്തിലാണ്. ഓക്കെ, ഇൻഷാ അല്ലാഹ്.